ഈ നോമ്പ് ധ്യാനത്തിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ധ്യാനത്തിന് ആവശ്യമായ പാഠഭാഗം മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. നോമ്പ് പ്രാർത്ഥനയ്ക്കും അനുതാപത്തിനും ആത്മതപനത്തിനുമായി പ്രത്യേക വർജനത്തോടെ സഭ കാത്തിരിക്കുന്ന കാലയളവാണ് അത്. വസന്തകാലം എന്നർത്ഥം വരുന്ന ലെൻസ്റ്റൺ എന്ന പദത്തിൽ നിന്നുമാണ് ലെന്റ്, നോമ്പ് എന്ന പദത്തിന്റെ ഉൽപ്പത്തി. വൃക്ഷങ്ങളും സസ്യജാലങ്ങളും സുഷുപ്തിയിലാണ്ട് രൂപാന്തരം പ്രാപിച്ച് പുനർജനിക്കുന്നത് പോലെ മനുഷ്യരിൽ നിന്നും ദൈവീക മൂല്യങ്ങൾ അകന്ന് മന്ദീഭവിച്ചു പോയ വിശ്വാസ ജീവിതത്തിൽ നിന്നും ഈ കാലയളവിൽ അനുതാപത്തോടും വചനാധ്യാനത്തോടും ശുദ്ധീകരണത്തോടും ഉണർന്ന സഭയായി പുതുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ യാഥാർത്ഥ്യം സ്വാംശീകരിക്കുന്നതാണ് നോമ്പ്. മറുതലിച്ച് നശിച്ചു പോകുന്ന മനുഷ്യ മനസ്സുകൾക്ക് അനുതാപത്തിന്റെ ശുദ്ധീകരണം നൽകി വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കുന്ന ദൈവീക ഇടപെടലിന്റെ അനുസ്മരണം. നോമ്പ് ഓരോ വിശ്വാസിക്കും അനുഭവവേദ്യമാകുന്നതിനും ആത്മതപനത്തിന്റെയും ആത്മപരിശോധനയുടെയും വർജനത്തോടെ കരുതുവാനുള്ള മനോനിലയിലേക്ക് ദൈവത്തോളം വളരുവാനുള്ള കാലയളവാണ് ഇത്. വ്രതശുദ്ധിയോടെ ദൈവത്തിന്റെ പെട്ടകവും ഏന്തി എല്ലാ വിശ്വാസികളും യെരുശലേമിലേക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. ആ യാത്ര അവസാനിക്കേണ്ടത് നോമ്പിന്റെ നാഥനായ ക്രിസ്തുവിന്റെ സമീപത്തും ഗോൽഗോഥയിലും ആയിരിക്കണം. ധ്യാനഭാഗത്ത് തന്റെ സൃഷ്ടിയായ മനുഷ്യൻ താൻ ആഗ്രഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പാപത്തിനും തിന്മയ്ക്കും അടിമപ്പെട്ട് ഇരിക്കുന്നു. ധാർമ്മിക ബോധവും സാമൂഹിക നീതിയുമില്ലാത്ത ജനത്തിന് ദൈവത്തെ തിരിച്ചറിയുവാനോ സേവിക്കുന്നതിനോ കഴിയില്ല എന്ന് പറയും. നീതി, സ്നേഹം, ദയ, വിനയം, താഴ്മ മുതലായ ദൈവീക മൂല്യങ്ങളാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മീഖായുടെ സമകാലീനരായ ആമോസിന്റെ നീതിബോധവും ഹോശയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ആഹ്വാനവും യെശയ്യാവിന്റെ താഴ്മ ബോധവും ഒരുമിച്ച് ഇവിടെ കോർത്തിണക്കിയിരിക്കുന്നു. നീതി, സ്നേഹം, താഴ്മ എന്നീ ദൈവരാജ്യ മൂല്യങ്ങൾ ആണ് ഇന്നിന്റെ ആവശ്യം. അതിന് നമ്മിലുള്ള അഹന്ത നീക്കിക്കളയണം. അതിനായിട്ട് വ്രത അനുഷ്ഠാനത്തോടെ ആ വ്രതാനുഷ്ഠാനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നോമ്പിന്റെ നാഥനും ഞങ്ങളുടെ കർത്താവുമായുള്ളവരെ, ഈ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ നിന്നെ പിന്തുടരുവാനും നിന്റെ പീഡാനുഭവങ്ങളിലൂടെ അവിടുത്തെ വചനത്തിലൂടെ അവ സ്വാംശീകരിച്ച് ഞങ്ങൾ നന്മയുള്ളവരായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ.